എന്താ തന്റെ ഉദ്ദേശം? എന്താ? അല്ല, കോളേജ് തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. താൻ എന്റെ പുറകെ മാറുന്നില്ല. എന്റെ കൂടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു. ഞാൻ കയറിയ അതേ ബസ് കയറി ഇപ്പോഴും പുറകെ. എന്താ തന്റെ വിചാരം? ഇത് പബ്ലിക് റോഡാണ്. ഒരു ഇന്ത്യൻ പൗരന് ഇതിലൂടെ നടക്കാൻ ആരുടെ അനുവാദം വേണ്ട. താൻ ഇന്ന് തല്ലുകൊണ്ടേ പോകൂ. എന്റെ വീടാ കാണുന്നത്. ഞാനൊന്ന് ഉറക്ക ഒച്ച വെച്ചാ മതി, എല്ലാവരും കൂടെ ഇവിടെ ഓടിയെത്തും. ചീപ്പാവത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞ് സ്ഥലം വിട്. അപ്പോ എനിക്ക് തന്നോടൊന്ന് പറയാനുണ്ടെന്ന് മനസ്സിലായല്ലേ? കാണാൻ കൊള്ളാവുന്ന പെമ്പിളേരെ കണ്ട തന്നെ പോലുള്ള പൂവാലന്മാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ട. ആര് പറഞ്ഞു കാണാൻ കൊള്ളാവുന്നു? തന്നെ തന്നെ വെറുതെ വിട്ടാ ശരിയാവില്ല. എത്ര നേരമായിടോ തന്നെ നോക്കിയിരിക്കുന്നു? കാശിന്റെ കാര്യം പറയാൻ മാത്രം ചൂടായ പോരാ. ക്ലാസ് കഴിഞ്ഞിട്ടേ വരാൻ പറ്റൂ ഞാൻ പറഞ്ഞാണല്ലോ. മതി മതി, തർക്കിക്കാനൊന്നും സമയമില്ല. ആ ഷെഡില് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് രണ്ടാളെ നിർത്തിയിട്ടുണ്ട്. കൂടുതൽ ആളെ വേണേ പറഞ്ഞു. വേണ്ട, അവര് മതി. മതിയല്ലോ? അപ്പൊ പറഞ്ഞ പോലെ. സാർ, അപ്പൊ ഞാൻ പോയിട്ട് നാളെ ഗസ്റ്റ് ഹൗസിൽ വന്നാൽ മതിയല്ലോ? ഏത് ഗസ്റ്റ് ഹൗസ്? അത് മതി, അത് മതി. സാർ, തെരഞ്ഞെടുപ്പിന്റെ ബഹളത്തിനിടയിൽ സാർ എന്റെ കാര്യം മറന്നു പോകരുത്. ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് സ്ഥലമാറ്റം കിട്ടാത്തതെന്ന് പറഞ്ഞ് അവൾ എപ്പോഴും എന്നെ കുറ്റം പറിച്ചില്ല. രാവും പകലും സാറിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ മാസം 6 കഴിഞ്ഞു. 6 മാസമായോ? ഓ, എന്ത് പെട്ടെന്നാ കാലം കടന്നു പോകുന്നല്ലേ. അതെ. അപ്പോ പറഞ്ഞോ.